അങ്ങനെ ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ, സ്പ്രേ ആണ്. പിന്നെ ഈ ഒരു വീഡിയോയിൽ നാട്ടിലേക്കുള്ള പാക്കിങ് മെയിനായിട്ട് പെട്ടിയായിട്ടില്ല തന്നെയാണ്. പിന്നെ ഷാർജ എയർപോർട്ട് മുതൽ കണ്ണൂർ എയർപോർട്ട് എത്തുന്നവരെയുള്ള കുറച്ച് കാര്യങ്ങളും, പിന്നെ നാട്ടിലെത്തിയിട്ട് പെട്ടി പൊട്ടിക്കൽ, അതിനിടയ്ക്ക് ഫ്ലൈറ്റിൽ കയറിയിട്ട് ഞാൻ ഒന്നൊന്നര അവസ്ഥയിലെല്ലാം ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാ എന്നല്ല എല്ലാം ഈ ഒരു വീഡിയോയിലോട്ട് പറയാം. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടോക്കണേ. ഈ നാട്ടിലേക്ക് വരുമ്പോഴുള്ള ഈ ഒരു പെട്ടി കെട്ടലുണ്ടല്ലോ, അത് ചെറിയൊരു പണിയൊന്നല്ല, വലിയൊരു മെനക്കേട് തന്നെയാണെന്നല്ലേ. അതും നമുക്ക് വരുന്നതിൻ്റെ തലേന്ന് കെട്ടാനാണ് ഒരു ആവേശം ഉണ്ടാകുക അല്ലേ. ആദ്യമേ കെട്ടി വെച്ചാൽ നമുക്കൊരു എന്താ പറയുക, ഒരു ഉണർവ് ഉണ്ടാവില്ല. അപ്പം വരുന്നതിൻ്റെ തലേന്ന് ഒരു ഒന്നൊന്നര തിരക്കായിരിക്കും. അന്നത്തെ ദിവസം നമുക്ക് ഒരു ഉഷാറും ഉണ്ടാവും പെട്ടി കെട്ടാൻ. അല്ലാതെ നേരത്തെ കാലത്ത് കെട്ടി വെക്കുമ്പോൾ അതിനൊരു സുഖം ഉണ്ടാവില്ല അല്ലേ. നമുക്കിപ്പോൾ കല്യാണമെല്ലാം വരുമ്പോൾ നമ്മളെല്ലാം എന്താ പറയുക, കല്യാണത്തിൻ്റെ അന്ന് വരെ പണിക്കാരായിരിക്കും ഉണ്ടാവാറ് അല്ലേ. അതുപോലെയാണ് പിന്നെ പെട്ടി കെട്ടൽ. ഓരോ ദിവസവും ഇങ്ങനെ ഓരോന്ന് വാങ്ങി വെക്കും, എന്നിട്ട് ലാസ്റ്റ് ഒരു മൊത്തത്തിൽ ഒരു കെട്ടലായിരിക്കും. നല്ലൊരു സുഖമാണ് മാഷാ അല്ലാ. പിന്നെ എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെയിറ്റ് നോക്കിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ ഞാൻ പൊതുവേ നാട്ടിൽ നിന്ന് ദുബൈയിലേക്ക് പോകുമ്പോൾ അങ്ങനെ കൂടുതലായിട്ടൊന്നും കൊണ്ടുപോകാറില്ല. എപ്പോഴും ഞാൻ കുറവേ കൊണ്ടുപോകാറുള്ളൂ. നമുക്ക് എന്തായാലും ഒരാൾക്ക് ഇത്ര കണക്കുണ്ടാവുമല്ലോ കൊണ്ടുപോകാമെന്ന്. അപ്പോൾ ഞാൻ അതിന് കണക്കായിട്ടൊന്നും കൊണ്ടുപോകാൻ നിൽക്കാറില്ല. അങ്ങനെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സാധനങ്ങളുണ്ടാവും, പക്ഷേ എടുക്കാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇത്ര എന്നുള്ളൊരു കണക്കുണ്ടല്ലോ. അപ്പോൾ വാങ്ങിയ സാധനം കുറച്ചൊക്കെ അവിടെ വെച്ചിട്ടാണ് വരാറ്. ഈ പ്രാവശ്യം എന്താ ഔട്ടാവുക എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ലാസ്റ്റ് തൊട്ട് കാണാം ആരാന്ന് പുറത്താവുകയെന്നല്ലോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കഴിയുന്നതും ഓരോന്നെല്ലാം ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഡ്രസ്സെല്ലാം പിന്നെ ഒട്ടുമിക്കവും ഞാൻ എങ്ങനെയല്ലോ കയറ്റി കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം നാട്ടിൽ വന്നാൽ എനിക്ക് പെട്ടെന്ന് തന്നെ ഷോപ്പിലേക്ക് പോകാൻ പറ്റുമോ, ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഡ്രസ്സെല്ലാം എന്തായാലും കയറ്റണമെന്ന് പറഞ്ഞിട്ടെല്ലാം കയറ്റിയിട്ടുണ്ട്. പാത്രങ്ങളാണ് കുറച്ച് ബാക്കി വെച്ചിട്ടുള്ളത്. അത് ഇൻഷാ അല്ലാ പിന്നെ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനൊരു അടിപൊളി മന്തി തളകെല്ലാം വാങ്ങി വെച്ചിനേനും. എന്താ ചെയ്യുക, അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. നല്ലൊരു അടിപൊളി മന്തി തളകേനും നല്ല രസമുണ്ട് കാണാൻ. എന്താ ചെയ്യുക, അതൊക്കെ ആദ്യം കയറ്റിനേനെ, എന്നിട്ട് വെയിറ്റ് കൂടിയിട്ട് അതെല്ലാം എടുത്ത് പുറത്ത് വെച്ചു കിട്ടും. ഇവർ എന്നോട് പറഞ്ഞു, എന്നാൽ പിന്നെ എൻ്റെ ഡ്രസ്സെല്ലാം ഇവിടെ വെക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടാളി, ഡ്രസ്സെല്ലാം അങ്ങ് കയറ്റിക്കോന്ന് പറഞ്ഞു. പിന്നെ 2-3 ഈക്കുള്ള ഡ്രസ്സെല്ലാം അവിടെ തന്നെ വെച്ച്, ഞാൻ അവിടുന്ന് ഉപയോഗിച്ച ഡ്രസ്സെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം പിന്നെ ഞാൻ പറഞ്ഞു മതി ഇത് ഇവിടെ വെച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും സാധനങ്ങളാണ് പുറത്തായിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ ഒരു പെട്ടിയുള്ളൂ കേട്ടോ, മറ്റേ കാണുന്ന പെട്ടി ബാക്കി വരുന്ന സാധനങ്ങളെല്ലാം തൽക്കാലം അതിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചതാണ്. ഈ ഒരു പെട്ടിയുള്ളൂ. അല്ല, 2 പെട്ടി കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കില്ലേ 2 കൊണ്ടാകണമെന്ന്. അപ്പോൾ ആ ഒരു ഡൗട്ട് വേണ്ട, ഒന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ പെട്ടി ഇങ്ങനെ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിയിലൊരു പാത്രം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതിൻ്റെ പേര് എനിക്കറിയില്ല. പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പം ഇങ്ങനെ ഉരുട്ടി കളിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ പേരെന്താന്ന് അതൊന്നും എനിക്കറിയില്ല. അതേപോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ മേലെ വെച്ചിട്ടാണ് പെട്ടി റാപ്പ് ചെയ്യുന്നത്. നല്ലൊരു സുഖമാണ് മാഷാ അല്ലാ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പെട്ടി വെച്ചിട്ട് ഇങ്ങനെ കറക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല സുഖം മാത്രമല്ല, പരിപാടി പെട്ടെന്ന് കഴിയും കേട്ടോ. മാഷാ അല്ലാ, പുതിയൊരു കണ്ടുപിടുത്തമാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തലശ്ശേരി റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ള, നെക്കലുള്ള റാസൽ ഗെയിമിലെ. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ തലേന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡാക്കി അത്രയേ ഉള്ളൂ. അന്നത്തെ ദിവസം പിന്നെ ഒന്നൊന്നര തിരക്കായില്ലേ, പെട്ടി കെട്ടൽ, പിന്നെ പെട്ടിയിട്ടതിൻ്റെ ഭയങ്കര ക്ഷീണം കാര്യങ്ങളെല്ലാം ആയില്ലേ. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ പുറത്തുനിന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ല, റൂമിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക ചെയ്തത്. അപ്പം ഇത് പിന്നെ നമ്മൾ തലേന്ന് പോയതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ആ ഒരു പർദ ഷോപ്പൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കൂ. നിങ്ങളെ കമൻറ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ പ്രതീക്ഷിക്കുന്നു കേട്ടോ. മാഷാ അല്ലാ, അതെല്ലാം പോയി കാണണേ. അങ്ങനെ ഞാൻ പിന്നെ പൊറോട്ട മതി എന്നിട്ട് പൊറോട്ടയാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇവർക്ക് ചപ്പാത്തിയും അങ്ങനെയൊക്കെയാണ്.
പിന്നെ ഞാൻ നാട്ടിലെത്തി കേട്ടോ. നാട്ടിലെത്തിയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരാമെന്ന് വീഡിയോ എല്ലാം എഡിറ്റിംഗ് ആക്കുന്നതും വോയിസ് ഓവറെല്ലാം കൊടുക്കുന്നതും. അവിടെ പിന്നെ നമ്മൾ ഫുൾ ഫ്രീ തന്നെയല്ലേ, അപ്പം പിന്നെ പെട്ടെന്ന് എഡിറ്റിങ്ങൊക്കെ നടക്കും. നാട്ടിലെത്തിയാൽ പിന്നെ അങ്ങനെ ഫുള്ളായിട്ട് ഫ്രീ ഒന്നും ഇല്ലല്ലോ, അറിയാലോ. വീട്ടിലെത്തിയാൽ പിന്നെ നമ്മൾ വീടിൻ്റെ പിന്നെ ഇതൊക്കെ ഇങ്ങനെ മിനുക്കിക്കൊണ്ടേ ഇരിക്കൽ തന്നെയല്ലേ നമ്മളെ പണി. അപ്പോൾ പിന്നെ ആടുന്ന് കിട്ടുന്ന പോലത്തെ സമയം എന്തായാലും ഇവിടെ കിട്ടൂല. ഞാൻ ഇവിടുന്ന് എത്തിയിട്ട് ഇങ്ങനെ പറയുന്നത്, ഇവിടെ പിന്നെ നമുക്ക് എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് തടിയെല്ലാം അങ്ങനെ കുറഞ്ഞു വരും. അതെല്ലാം ഒന്നൊന്നര സംഭവം. അത് ഇൻഷാ അല്ലാഹ് അത് വേറെ വീഡിയോയിലെല്ലാം പറയും, ഒരു വീഡിയോയിൽ വേണ്ട. പിന്നെ അങ്ങനെ ഇതാ നമ്മൾ ഇവിടെ എത്തിയട്ടാ, ഷാർജ എയർപോർട്ടിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ പുലർച്ചെ ഒരു 3 മണിക്കാണ് ഇറങ്ങിയത്. അന്നേരം പിന്നെ വെളിച്ചമൊന്നും ഇല്ലല്ലോ, അന്നേരം പിന്നെ വീഡിയോ എടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ എയർപോർട്ട് എത്തിയാൽ അവിടെ നിന്നാണ് വീഡിയോയിൽ എടുത്തത്. പിന്നെ 8 മണിൻ്റെ ഫ്ലൈറ്റാണ് കേട്ടോ രാവിലത്തെ. പിന്നെ ഞാൻ ഒറ്റയ്ക്കേ വന്നിട്ടുള്ളൂ, ഹസ്ബൻഡൊന്നുമില്ല. അപ്പോൾ ഇവരെ ഇറക്കിയിട്ട് പോയി ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ പിന്നെ വലിയ പണിയൊന്നുമില്ലല്ലോ, ബോർഡിംഗ് പാസ് എടുക്കുക, ഇമിഗ്രേഷൻ ഇതിൽ ക്ലിയർ ചെയ്യുക, പിന്നെ വെയിറ്റ് ചെയ്യുക, അങ്ങനെ ഇതാ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോയി ചെയ്യുന്നത്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് ബസ്സിന് കയറിയിട്ട് ഫ്ലൈറ്റിന് മുമ്പിൽ ഇറക്കി തരുകയും ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം ഞാനിങ്ങനെ കണ്ടിട്ടില്ലല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ബസ്സിനൊന്നും കയറേണ്ട ആവശ്യമില്ല, അവിടെ തന്നെ ഫ്ലൈറ്റിൽ കയറി ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, എല്ലാവരും എടുക്കുന്നുണ്ട്, പക്ഷെ അവരെടുക്കില്ല എന്നെല്ലാം പറയുന്നുണ്ട്. പിന്നെ ഫ്ലൈറ്റിൽ കയറിയാലുള്ള എൻ്റെ അവസ്ഥ ഒരു ഒന്നൊന്നര അവസ്ഥ ഉണ്ടാവുക. അത് ഞാൻ ഫ്ലൈറ്റിൽ കയറുന്ന വീഡിയോയിലെല്ലാം നിങ്ങളോട് പറയാറുണ്ട്. ഇപ്രാവശ്യം എനിക്ക് കൂടുതലായിപ്പോയി കേട്ടോ, ക്ഷീണമായിപ്പോയി കേട്ടോ, എന്താ പറയുക. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഒരു പെണ്ണും ഇപ്പുറം ഒരു ബോയും ഉണ്ടായിന്. അപ്പോൾ ഓളിൽ ഞാൻ ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ബോയാണ് കുറച്ചെല്ലാം പിന്നെല്ലാം ചെയ്ത് തന്നത്. പെട്ടെന്ന് ഇങ്ങനെ ക്ഷീണമായി നിന്ന് കണ്ടേരം അവരോട് പറഞ്ഞിട്ട് പുളിനാരെങ്കിൽ ഉപ്പിട്ട വെള്ളവും തന്ന്, പിന്നെ ഇഞ്ചി ഉണ്ടല്ലോ അത് തൊലിയെല്ലാം കളഞ്ഞിട്ട് നീളത്തിൽ കട്ടാക്കിയത് അതും തന്നിട്ട് ഇങ്ങനെ ചവക്കാൻ പറഞ്ഞു എന്നോട്. അങ്ങനെ അതെല്ലാം പിന്നെ കുടിച്ചു തരാൻ എനിക്കൊരു ആശ്വാസമായത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പത്തുള്ള ഒരു ബോയ് ഉണ്ടല്ലോ, അത് എനിക്ക് ഫുഡും വാങ്ങിത്തന്നു. പക്ഷേ ഇതൊന്നും വാങ്ങിയെന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാനൊരവസ്ഥയിലാണെന്ന് നിങ്ങളോട് പറഞ്ഞിന്. കണ്ടനുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇവരോട് വേണ്ടാന്ന് പറയുമായിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് ഫ്ലൈറ്റിൽ നിന്നൊന്നും അങ്ങനെ ഫുഡൊന്നും കഴിക്കാൻ കഴിയില്ല. പിന്നെ എനിക്കിങ്ങനെ എന്തെങ്കിലും ചമച്ചു കൊണ്ടേ ഇരിക്കണം, അതായത് എന്തൊക്കെ സ്നാക്സ് എല്ലാം ഞാനിങ്ങനെ കരുതിനേനു. പക്ഷെ അതൊന്നും എനിക്ക് തിന്നാനുള്ളൊരു വായ്ക്കൊരിത് കിട്ടുന്നില്ല, അതായത് നാവിനൊരു ഇത് കിട്ടുന്നില്ല. അതുകൊണ്ട് അതെല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ ഇവർ വാങ്ങിത്തന്ന ഫുഡല്ലേ, ഇപ്പോൾ അനക്കായിട്ടാണ് ഇവർ വാങ്ങുകയും ചെയ്തത്. പ്ലേറ്റിൽ ഫുഡൊന്നുമില്ല കേട്ടോ. അപ്പോൾ കഴിക്കുന്നിട്ട് അങ്ങനെ ഞാൻ കുറച്ചെല്ലാം കഴിച്ചിട്ട് ബാക്കി അങ്ങനെ തന്നെ വെച്ച്. നല്ലൊരാൾ കേട്ടോ. നമ്മളിങ്ങനെ ആരെങ്കിലും സഹായിച്ചാൽ നമ്മളെ സഹായിക്കാൻ വേറെ ആളെ നമ്മളെ മുമ്പിൽ കൊണ്ടുതരും എന്ന് പറഞ്ഞ പോലെയാണ് അവസ്ഥ. ഞാൻ എല്ലാം കഴിഞ്ഞാൽ ഇവരോട് ചോദിച്ചു, ഒരു നന്ദിയെങ്കിലും ഇവരോട് പറയണ്ടേ. അന്നേരം പറഞ്ഞ് എനിക്കിങ്ങനെ പോലീസ് ക്ലബ്ബിൽ ഇങ്ങനെ ഷൂട്ടിങ് പഠിപ്പിക്കലാണ് പണിയെന്ന് പറഞ്ഞു, ദുബായിൽ. നല്ലൊരു ഹെൽപ്പ്. അതേ പൊതുവേ അങ്ങനെയുള്ളവരെല്ലാം നമ്മളെല്ലാം സഹായിക്കാൻ നിൽക്കുക. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. ഇങ്ങനെ വയനാട് എന്നാണ് പറഞ്ഞത്, അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റാക്ക്. അപ്പോൾ ഇതാ ഷൂട്ടിങ് പഠിപ്പിക്കുന്ന ആളാണ് കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ പിന്നെ ചെറിയൊരു പെണ്ണാണ്. അപ്പോൾ പിന്നെ അതിൻ്റേതായ ഒരു പക്വതക്കുറവ് എന്തായാലും ഉണ്ടാവും, ഓക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പുറമുള്ള പോയാന്ന് ഹെൽപ്പെല്ലാം ചെയ്തു തന്നത്. ഈ ഒരു പുളിനാരങ്ങ വെള്ളം കുടിച്ചു തരാമെന്ന് ഒരു ആശ്വാസമായത്. പുളിനാരങ്ങയിൽ ഉപ്പിട്ട് വെള്ളം തന്ന്. പിന്നെ നാവിൻ്റെ അടിക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി ഉണ്ടല്ലോ, അത് തൊലി കളഞ്ഞിട്ട് എന്നോട് പറഞ്ഞ്, അവരെല്ലാം തൊലിയെല്ലാം കളഞ്ഞിട്ട് തന്നെയാണ് എയർ ഹോസ്റ്റേഴ്സ് തന്നത് കേട്ടോ. അപ്പോൾ അത് ചവക്കാൻ പറഞ്ഞ്. ഞാൻ പിന്നെ അത് ഇവർ പറഞ്ഞ്, ഈ ഒരു ബോയ് പറഞ്ഞ് നാവിൻ്റെ അടിയിൽ വെച്ച് തന്നിട്ട്, അന്നേരം പിന്നെ കുറച്ച് ആശ്വാസം കിട്ടി. അങ്ങനെയല്ലാന്ന് എൻ്റെ ഒരവസ്ഥ. പിന്നെ നല്ല ക്ഷീണമാണ് കേട്ടോ. പിന്നെ വീഡിയോയിൽ എടുത്തു തന്നത് ആ ഒരു കുട്ടിയാണ്, അവളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇനി ഇതാ ലഗേജിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ആക്കലാന്ന്. ഇപ്രാവശ്യം എനിക്ക് ലഗേജ് വേഗം വന്നിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ലഗേജിൽ വരാനും താമസിക്കാറുണ്ട്. ഇന്നത്തെ ഈ ഒരു ദിവസം മുഴുവൻ എനിക്ക് ക്ഷീണം തന്നെയാണ്. ഫ്ലൈറ്റിൽ നിന്ന് ഒരവസ്ഥയിൽ അതിനെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് എന്തായാലും ഉണ്ടാവുമല്ലോ.
എന്നിട്ട് ഞാൻ പറയുന്നതിന് ഞാൻ ഫ്ലൈറ്റിൽ കയറി ചെയ്യില്ല എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര ഒരു ഇതാണ്. പേടിയല്ല, അവരെന്നോട് ചോദിച്ച് പേടിയൊന്നും ചോദിച്ചത്. ഞാൻ പറഞ്ഞു പേടിയല്ല, പിന്നെ ഒരു പ്രഷർ കുറയുന്ന പോലെ എനിക്കാവും ഫ്ലൈറ്റിൽ കയറിയാൽ. ഇപ്രാവശ്യം പിന്നെ ഓവറായിപ്പോയി കേട്ടോ. അങ്ങനെ ഇതാ ഇനി നമ്മൾ വീട്ടിലേക്ക് പോയി ചെയ്യുന്നത്. കാർണൂറാന്ന് എന്നെ എടുക്കാൻ വന്നിട്ടുള്ളത്. പിന്നെ വേറെ ആരും വീട്ടിൽ നിന്ന് വന്നിട്ടില്ല കേട്ടോ. പിന്നെ എക്സാമെല്ലാം ആയി കുട്ടികൾക്കെല്ലാം, പിന്നെ വരാനോ പറ്റിയ ആരുമില്ല, അതുകൊണ്ട് ഇവൻ മാത്രമേ വന്നിട്ടുള്ളൂ. എനിക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു പ്രശ്നമുള്ളൂ, ബാക്കി കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രശ്നം സിൻ്റെ ഇതെല്ലാം കൊണ്ടിട്ട് എനിക്ക് നേരെ തിരിച്ചു വന്നു. ഞാൻ പിന്നെ അവിടുന്ന് ഛർദിക്കെല്ലാം കഴിഞ്ഞേരാന്ന് എനിക്കൊരു ആശ്വാസമായത് ഫ്ലൈറ്റിൽ നിന്ന്. പിന്നെ അങ്ങനെ ഇതാ വീട്ടിലെത്തിയ ഉടനെ പിന്നെ പെട്ടി പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരക്കാണ് കേട്ടോ. പിന്നെ അങ്ങനെ വേഗം പെട്ടിയും പൊട്ടിച്ച്, എന്തായാലും ഉപ്പ വന്നാലേ പൊട്ടിക്കും. ഉപ്പ വരാൻ എന്തായാലും രാത്രിയാകും. കുറേ കൊല്ലം ഉപ്പ ഉണ്ടാകുന്ന പെട്ടി നമ്മൾ പൊട്ടിച്ചില്ല, ഇനി നമ്മൾ ഉണ്ടാകുന്ന പെട്ടി അവർ പൊട്ടിക്കിട്ട് അത് തന്നെയല്ലേ നമുക്ക് ഒരു സുഖം. പിന്നെ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ കാണാൻ കാത്തിരുന്ന ഒരുപാട് വീഡിയോ ഒക്കെ ഉണ്ടല്ലേ. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഉടൻ തന്നെ വരും. ഓക്കെ, ബൈ.